വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. നമ്മളിന്ന് BNSSൽ നോക്കാൻ പോകുന്നത് അറസ്റ്റാണ്. അറസ്റ്റ് എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്, മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അത് ഓരോ പാർട്ടായിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് അറസ്റ്റ് ബൈ എ പോലീസ് ഓഫീസർ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അറസ്റ്റ് എന്ന് നോക്കാം. അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് വേർഡായിട്ടുള്ള അറസ്റ്റർ എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് വന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് അല്ലെങ്കിൽ ടു സ്റ്റേ എന്നാണ്. ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരാളുടെ പേഴ്സണൽ ലിബർട്ടീനെ അത് ഡിപ്രൈവ് ചെയ്യണം. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ആ ആളിനെ ഡിറ്റൻഷനിലേക്കും കൂടെ ആക്കണം എന്നുള്ളൊരു വ്യൂവും കൂടി ഉണ്ട്. അതായത് അയാളെ ഡിറ്റൻഷനിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക, അറസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. എന്താണ് ഡിറ്റൻഷൻ? നമ്മൾ ഒരാളിനെ ഒരു കസ്റ്റഡിയിൽ വെക്കുകയാണ്. അപ്പോൾ ആ ആളുടെ കുറേ ഫ്രീഡംസ് നമ്മൾ റിസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കസ്റ്റഡിയിൽ വെക്കണം. പക്ഷെ അത് ഒന്നില്ലെങ്കിൽ ലോൻ്റെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ പുറത്തോ അതല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റീസ് വഴിയായിരിക്കും നമ്മൾ ഈ ഡിറ്റൻഷൻ ചെയ്യുക. അതൊരു ടെമ്പററി പീരീഡിൽ ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി ആർക്കൊക്കെ അറസ്റ്റ് ചെയ്യാം? ഒരു പോലീസ് ഓഫീസറിന് ചെയ്യാം, ഒരു മജിസ്ട്രേറ്റിന് ചെയ്യാം, ഒരു പ്രൈവറ്റ് പേഴ്സണിന് ചെയ്യാം. ഈ അറസ്റ്റ് നമ്മളെപ്പോഴും പറയില്ലേ വാറൻ്റ് ആണെന്ന്. അറസ്റ്റ് നമുക്ക് വാറൻ്റ് കൊണ്ട് മാത്രമാണോ ചെയ്യാൻ പറ്റുക? അല്ല, വാറൻ്റ് ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വാറൻ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ നമുക്ക് അറസ്റ്റ് ബൈ എ പോലീസ് ഓഫീസർ നോക്കാം. അതിൽ ആദ്യത്തെയാണ് അറസ്റ്റ് വിത്തൗട്ട് വാറൻ്റ് ബൈ എ പോലീസ് ഓഫീസർ. പോലീസ് ഓഫീസർ ഒരു വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. 35 ക്ലോസ് 1ലും 39 ഓഫ് BNSSലാണ് നമ്മൾ എന്ത് പറയുന്നത്, വാറൻ്റ് ഇല്ലാതെ എങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ 35 ക്ലോസ് 1 പ്രകാരം പോലീസ് ഓഫീസറിന് മജിസ്ട്രേറ്റിൻ്റെ ഓർഡർ ഇല്ലാതെയും അതുപോലെ വാറൻ്റ് ഇല്ലാതെയും അറസ്റ്റ് ചെയ്യാം. എപ്പോഴൊക്കെ? ആദ്യം അതൊരു കോഗ്നിസബിൾ ഒഫൻസ് ആണെങ്കിൽ. കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, അതൊരു സീരിയസ് ആയിട്ടുള്ള ക്രൈം ആയിരിക്കും. വാറൻ്റ് ഇല്ലാതെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ കോഗ്നിസബിൾ ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് മർഡർ, റേപ്പ്, കിഡ്നാപ്പിങ്, ഡൗറി ഡെത്ത്, ഇതൊക്കെ എന്താണ്, കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഒരു പോലീസ് ഓഫീസറിൻ്റെ പ്രസൻസിൽ നടന്നു കഴിഞ്ഞാൽ, പോലീസ് ഓഫീസർ ഉണ്ടാകുന്ന സമയത്ത് ഒരു കോഗ്നിസബിൾ ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഒരു പോലീസ് ഓഫീസറിന് അറിയുകയാണ് ഒരാൾ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ചെയ്തിട്ടുണ്ട്. അതൊന്നില്ലെങ്കിൽ ഒരു സീരിയസ് ഒഫൻസോ അല്ലെങ്കിൽ ഒരു ഹീനിയസ് ഒഫൻസോ ആവാം. എന്താണ് സീരിയസ് ഒഫൻസ്? 3 തൊട്ട് 7 വർഷം വരെയുള്ള പണിഷ്മെൻറ്റുള്ള ഒഫൻസസിന് നമ്മൾ സീരിയസ് എന്നും 7 വർഷത്തിന് മേലെയാണെങ്കിൽ നമ്മൾ ഹീനിയസ് എന്നും പറയും. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒഫൻസസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ്, ഒരു പേഴ്സണെ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നതിന് കാരണം അയാൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമോ അല്ലെങ്കിൽ നമ്മുടെ നിലവിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ട് പ്രകാരമോ അയാളൊരു കുറ്റവാളിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പോലീസ് ഓഫീസറിനെ അയാളുടെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ലോ കസ്റ്റഡിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുക, ചാടിപ്പോകാനൊക്കെ നോക്കില്ലേ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ചാടിപ്പോകാൻ ശ്രമിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. ചാടിപ്പോയാലും പോകാൻ ശ്രമിച്ചാലും രണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, ആംഡ് ഫോഴ്സസിൽ നിന്ന് ഒരാൾ ഡിസേർട്ടർ ആയിക്കഴിഞ്ഞാൽ, ഒളിച്ചോടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു പേഴ്സൺ ഔട്ട്സൈഡ് ഇന്ത്യ ഒഫൻസ് ചെയ്തു, പക്ഷേ ആ ഒഫൻസ് നമ്മുടെ ഇന്ത്യയിൽ പണിഷബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരെ വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ അടുത്ത് കാണാതായ സ്റ്റോളൻ പ്രോപ്പർട്ടി, കട്ട മുതലുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ നിന്ന് റെഫറൻസ് കിട്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ആ കട്ട മുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എന്ത് ചെയ്യാം, വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത്, ഒരു ആളെ നമ്മൾ കൺവിക്റ്റ് ചെയ്തു, അതായത് ശിക്ഷിച്ച ഒരാളെ നമ്മൾ റിലീസ് ചെയ്തു, വിട്ടയച്ച സമയത്ത് അയാൾ എന്തെങ്കിലും റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി പോലീസ് ഓഫീസറിന് എന്തെങ്കിലും റിക്വസിഷൻ കിട്ടുകയാണ്, ഓറലോ റിട്ടൺ ആയിട്ടുള്ള റിക്വസിഷൻ വേറൊരു പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്യാം, വാറൻ്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം. പക്ഷേ അതിന് ക്ലാരിഫിക്കേഷൻ വേണം. അതായത് ഈ റിക്വസിഷനിൽ ആരാണ് ഒഫൻസ് ചെയ്തത്, എന്ത് ഒഫൻസാണ് നടന്നത്, ഇത് രണ്ടും ക്ലിയർ ആയിരിക്കണം. പിന്നെ ഈ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന പോലീസ് ഓഫീസറിനും തോന്നണം, അതായത് ഈ റിക്വസിഷൻ കറക്റ്റാണെന്നും അത് വിത്തൗട്ട് വാറൻറ്റ് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണെന്നും ഉറപ്പുണ്ടെങ്കിൽ മാത്രമാണ് വിത്തൗട്ട് വാറൻറ്റ് അറസ്റ്റ് ചെയ്യുള്ളൂ.
ഇപ്പം ഞാൻ പറഞ്ഞൂലേ, പോലീസ് ഓഫീസറിന് തോന്നണം അത് ഓറഞ്ച് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആയിരിക്കണം എന്നൊക്കെ. അപ്പോൾ അതിന് കുറച്ച് ക്ലോസസ് ഉണ്ട്. എന്തായിരിക്കണം? ഒന്നില്ലെങ്കിൽ നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് ആ ആൾ ഫർദറായിട്ട് ഇനി വീണ്ടും അങ്ങനെ ഒരു ഒഫൻസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ വേണ്ട സമയത്തായിരിക്കും നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഈ അറസ്റ്റ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അയാൾ ആ എവിഡൻസ് കളയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എവിഡൻസ് ടാമ്പർ ചെയ്യുക, അതായത് ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അറസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുള്ള ഏതെങ്കിലും ഒരു പാർട്ടീസ് ഉണ്ടാവും, അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടും ഇൻഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അതേപോലെ ആ ആളുടെ പ്രസൻസ് കോർട്ടിൽ അത്യാവശ്യമാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വരുന്നൊരു കേസാണ് കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP എന്ന് പറയുന്നത്. ഇതിലെന്താ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആളുടെ കയ്യിൽ നിന്ന് സ്റ്റോളൻ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് കിട്ടി, സ്റ്റോളൻ ആയിട്ടുള്ള കളഞ്ഞു പോയൊരു സാധനം കിട്ടി. അയാൾക്ക് അതിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ ഇല്ലയെന്നുണ്ടെങ്കിൽ അതെന്തെന്നെയാണ്? അറസ്റ്റ് ചെയ്യാനുള്ളൊരു ഗ്രൗണ്ട് തന്നെയാണ്. അതായത് അയാൾ കള്ളനാണ് അല്ലെങ്കിൽ കട്ട മുതലാണ് കയ്യിലുള്ളതെന്ന് നമുക്ക് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കേസാണ് കസ്തൂരിലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UPയിൽ പറയണത്. അപ്പോൾ അറസ്റ്റിൽ ഫസ്റ്റ് പാർട്ട് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ സെക്കൻഡ് പാർട്ട് അപ്ലോഡ് ചെയ്യാം. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.